എന്നാൽ മാത്രമേ പണം നമ്മുടെ കയ്യിൽ നിൽക്കൂ, അല്ലെങ്കിൽ പണം പണത്തിൻ്റെ വഴിക്ക് പോകുമെന്ന് പറയുന്നത്. കാരണം ഒരു പണത്തിൻ്റെ വഴിക്ക് വിടാതെ നമ്മുടെ വഴിക്ക് പണത്തെ കൊണ്ടുവരാൻ പറ്റണം. അതിന് ആദ്യം വേണ്ടത്, പൊതുവേ നമ്മൾ പ്രവാസികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഗോൾഡ് നമ്മൾ ബാറായിട്ട് അല്ലെങ്കിൽ ബിസ്ക്കറ്റൊക്കെ ആയിട്ട് വാങ്ങിച്ചു വയ്ക്കും. അതിനേക്കാളും എളുപ്പം ഇപ്പോൾ ETF-കളുണ്ട്. ഈ പറയുന്ന എന്താ പറയുക, വാല്യൂഷൻ അനുസരിച്ച് ചെറിയ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവുമെങ്കിൽ പോലും പിറ്റേ മൂന്നാമത്തെ ദിവസം നമുക്ക് പൈസ വരും. ഓക്കെ, അപ്പോൾ ലിക്വിഡിറ്റി ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഏത് വീട്ടമ്മമാർക്കും തുടങ്ങാം, ഡിപ്പെൻഡൻറ്റിന് അടക്കം തുടങ്ങാം അവിടെ. അതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. അപ്പോൾ അതാണ് ഈ കോമ്പൗണ്ട് ചെയ്ത് പോകുന്നത്. അതാണ് ഈ 12 ലക്ഷം രൂപ 50 ലക്ഷം രൂപ ഉണ്ടെന്ന് പറയേണ്ട കാരണം. സറാഹ ഫോക്കസ് പോഡ്കാസ്റ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. മലയാളികൾ എന്നും സാമൂഹ്യ സേവന രംഗത്ത് മുൻപന്തിയിലാണ്. എന്നാൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഫസ്ലിൻ അബ്ദുൽ ഖാദർ. സാമൂഹ്യ സേവന രംഗത്ത് പ്രവാസികളെ കേന്ദ്രീകരിച്ച് പ്രവാസികൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം നേടിക്കൊടുക്കുക എന്നൊരു മിഷനുമായി മുന്നോട്ട് പോകുന്ന, അതിനുവേണ്ടി സൗദി അറേബ്യയിൽ ഒരു കമ്മ്യൂണിറ്റി രൂപീകരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. സ്വാഗതം ഫസ്ലിൻ. താങ്ക് യു. ഒരുപാട് തിരക്കുകളുണ്ട്. ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ സപ്ലൈ പ്ലാനിംഗ് മാനേജറാണ്. എന്നാലും ഒരുപാട് സമയം ഇതിനു വേണ്ടി ചിലവഴിക്കുന്നുണ്ട്. ഒരുപാട് പഠനങ്ങൾ നടത്തുന്നുണ്ട്. ധാരാളം പേർക്ക് സംശയങ്ങൾക്ക് ഉത്തരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഫസ്ലിൻ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും കൂട്ടത്തിൽ പറയുന്നൊരു കാര്യമാണ് ഫിനാൻഷ്യൽ ഫ്രീഡം എന്നുള്ളത്. എന്താണ് ഫിനാൻഷ്യൽ ഫ്രീഡം? ഫിനാൻഷ്യൽ ഫ്രീഡം സത്യം പറഞ്ഞാൽ മലയാളികൾക്കിടയിൽ അധികം ഫേമസ് അല്ലാത്തൊരു വാക്കാണ്. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് കുറേ പൈസ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളൊരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തി എന്നുള്ളതാണ്. അതിനേക്കാളപ്പുറം നമ്മുടെ കയ്യിലുള്ള പണം നമുക്ക് വേണ്ടി പണിയെടുക്കുന്നൊരവസ്ഥ വരുമ്പോഴാണ് ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യുക. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പണം നമ്മൾ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും ആ പണത്തിൽ നിന്ന് നമുക്ക് ആവശ്യമായ ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാവുന്നൊരവസ്ഥയിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്തു എന്ന് പറയാം. അതാണ് സത്യത്തിൽ ഫിനാൻഷ്യൽ ഫ്രീഡം. അതാണ് ചുരുക്കത്തിൽ ഫിനാൻഷ്യൽ ഫ്രീഡം. ഈസി ആയിട്ട് പറഞ്ഞാൽ, ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാലോ ഫിനാൻഷ്യൽ ഫ്രീഡം. അതെ, നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുള്ളൊരു സംഗതി കൂടെയാണല്ലോ നമ്മളെ പണം നമുക്ക് വേണ്ടി പണിയെടുക്കുക എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഇതിനുള്ള മാർഗ്ഗങ്ങൾ ഇങ്ങനെ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താൻ? ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ, എന്താണ് പണമെന്ന് മനസ്സിലാക്കുകയും പണത്തിൻ്റെ വഴിക്ക് വിടാതെ നമ്മുടെ വഴിക്ക് പണത്തെ നിയന്ത്രിക്കുകയും അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. പണം എന്ന് പറഞ്ഞാൽ എനിക്കുള്ള പണത്തിൻ്റെ ഒരു ഡെഫിനിഷൻ ആയിരിക്കില്ല മറ്റൊരാൾക്ക് പണം എന്ന് പറഞ്ഞാൽ. കാരണം നമ്മൾ വളർന്ന സാഹചര്യത്തിനനുസരിച്ച് ഓരോരുത്തർക്കും പണത്തിൽ വ്യത്യസ്തമായ രീതിയിലാണ് നോക്കി കാണുന്നത്. പെർസ്പെക്റ്റീവ്സ് ഡിഫറെൻ്റ് ആണ്. മാത്രമല്ല നമ്മളത് ആരും പഠിപ്പിക്കുന്നില്ല. നമ്മൾ കോളേജിലോ സ്കൂളിലോ ഒരു സ്ഥലത്തും എന്താണ് പണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണെന്നുള്ളൊരു ഡെഫിനിഷനേക്കാൾ അപ്പുറം നമുക്ക് ആരും പഠിപ്പിച്ചിരുന്നില്ല. ഇതൊരു ട്രാൻസാക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂൾ മാത്രം. പക്ഷെ അതിനേക്കാൾ അപ്പുറം പണം എന്ന് പറഞ്ഞാൽ അതിനൊരു സൈക്കോളജി ഉണ്ട്. ഇപ്പോൾ സൈക്കോളജി ഓഫ് മണിയിലൊക്കെ പറയും പോലെ പണം എന്ന് പറയുന്നതിനെ നമ്മൾ ആ പണം ആ ഒരു വ്യത്യസ്തമായിട്ട് നോക്കിക്കാണുകയും അതിൻ്റെ ഇൻഫ്ലോയും അത് എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്നും ഒക്കെ മനസ്സിലാക്കുമ്പോഴാണ് പണമാകുന്നത്. 4 തരത്തിലുള്ള ആളുകളുണ്ടെന്ന് പറയുന്നത്. ഒന്നെന്ന് പറയുന്നത് സേവിങ് ചെയ്യുന്ന ആൾക്കാർ, കിട്ടുന്ന പൈസ നല്ല രീതിയിൽ പിടിച്ച് സേവ് ചെയ്യുന്ന ആൾക്കാർ. രണ്ടാമത്തെ ഒരു കൂട്ടരാണ് സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർ, കിട്ടുന്ന മുഴുവൻ അടിച്ച് പൊളിച്ച് തീർക്കുന്ന ആളുകൾ. മൂന്നാമത്തെ ഒരു കൂട്ടരാണ് സ്പോയിലേഴ്സ് എന്ന് പറയുക. അവർക്ക് പേടിയാണ്, പണം എന്ന് പറഞ്ഞാൽ എന്താ പറയുക തെറ്റിലേക്കുള്ള ഒരു വഴിയാണെന്ന് മനസ്സിലാക്കുന്ന ഒരു കൂട്ടരം ആൾക്കാരുണ്ട്. നാലാമത്തെ ഒരു കൂട്ടരാണ് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ ജനിച്ച് വരുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് എത്തിപ്പെടുന്നതാണ്. അതിന് മറിച്ച് നമ്മൾ എന്താണ് പണം എന്ന് മനസ്സിലാക്കുകയും അതിനെ ട്രാക്ക് ചെയ്യുകയും അതിനെ കറക്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയും അതിൻ്റെ സൈക്കോളജി മനസ്സിലാക്കി കഴിഞ്ഞാൽ ആദ്യത്തെ ഘട്ടം കഴിഞ്ഞു. ട്രാക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്സ്പെൻസും അതാണ് രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത്. നമുക്ക് വരുന്ന വരവ് ചെലവുകളെ നമ്മൾ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റണം. നമുക്കൊരു ആഴ്ചയിൽ അല്ലെങ്കിൽ ഒരു മാസത്തിൽ എത്ര രൂപയുടെ ചിലവ് വരുന്നുള്ളത് നമുക്ക് കൃത്യമായ ധാരണ വേണം. എന്നാൽ മാത്രമേ പണം നമ്മുടെ കയ്യിൽ നിൽക്കൂ, അല്ലെങ്കിൽ പണം പണത്തിൻ്റെ വഴിക്ക് പോകുമെന്ന് പറയുന്നത്. കാരണം ഒരു പണത്തിൻ്റെ വഴിക്ക് വിടാതെ നമ്മുടെ വഴിക്ക് പണത്തെ കൊണ്ടുവരാൻ പറ്റണം. അതിന് ആദ്യം വേണ്ടത് ഈ ട്രാക്കിംഗ് ആണ്. അത് നമ്മൾ മാനുവലി ട്രാക്ക് ചെയ്യുന്ന അതിൻ്റെ ആവശ്യം ഇപ്പം ഇല്ല. നിലവിൽ എയുടെയും ഇതൊക്കെ ഉള്ളത് കൊണ്ട് ഇഷ്ടംപോലെ ടൂളുകൾ അവൈലബിൾ ആണ്. ഏറ്റവും നല്ല ഉദാഹരണം പറഞ്ഞാൽ ഫിൻ ആർട്ട് എന്ന് പറഞ്ഞൊരു ടൂളുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നടത്തുന്ന എല്ലാ ട്രാൻസാക്ഷനും നമ്മൾ ഓൺലൈൻ വഴിയാക്കുക, അല്ലെങ്കിൽ നമ്മുടെ കാർഡ് വെച്ചാക്കുക. അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് വരുന്ന ഓരോ മെസ്സേജുകളും അത് ട്രാക്ക് ചെയ്യുകയും അത് എവിടെ ഏത് ഹെഡിലാണോ വരേണ്ടത് അതേ ഹെഡിലേക്ക്. ഇപ്പോൾ നമ്മൾ ഗ്രോസറി വാങ്ങിച്ചു, നമ്മളിപ്പോൾ പാണ്ഡേ കയറി വാങ്ങിച്ചാൽ നമുക്ക് പാണ്ട ഗ്രോസറി എന്ന് പറയേണ്ട ആവശ്യമില്ല. ടൂള് തന്നെ ഐഡൻറ്റിഫൈ ചെയ്ത് അത് ഗ്രോസറിയിലേക്ക് മാറ്റും. നമുക്കൊരു എഡ്യൂക്കേഷൻ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പിള്ളേരെ ഫീസ് അടയ്ക്കുന്ന കൃത്യമായിട്ട് അത് ട്രാക്ക് ചെയ്യും. അത് സ്കൂൾ അങ്ങനെയുള്ളത് കണ്ടു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് അതിലേക്ക് കാറ്റഗറിയിലേക്ക് കറക്റ്റായിട്ട് അലോക്കേറ്റ് ചെയ്യും. ഇനി അതെല്ലാം ഒന്നും പെടാതെ എന്തെങ്കിലും ഒരു മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം മാത്രം നമ്മളൊന്ന്
അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ പിന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് അതിലേക്ക് വരികയും ചെയ്യും. നല്ല രസമായിട്ട് നല്ലൊരു ഡാഷ്ബോർഡായിട്ട് നമുക്ക് എല്ലാ മാസവും ഇത് കാണാനും പറ്റും. നമ്മളെ വരവ് ചെലവ് കണക്ക് എവിടെയാണ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് വ്യക്തമായിട്ട് നമുക്ക് കിട്ടും, കാര്യങ്ങൾ അറിയാൻ പറ്റും. അതും മാത്രമല്ല വേറൊരു ഗുണമുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ ക്രെഡിറ്റ് കാർഡ് ഒരിക്കൽ ഹാക്ക് ചെയ്തു. നമുക്ക് സാധാരണ മെസ്സേജുകൾ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കില്ല. പക്ഷേ ഈ ടൂളിൽ എനിക്ക് പെട്ടെന്ന് മെസ്സേജുകൾ വന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഇത് എന്താണ് കാരണം എന്ന് നോക്കാൻ വേണ്ടി. കാരണം അത് എക്സ്പെൻസ് മാത്രം റിലേറ്റഡ് ആയിട്ടുള്ളതുകൊണ്ട് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരും. അപ്പോഴാണ് അത് ഹാക്ക് ചെയ്തതെന്ന് അറിഞ്ഞതും എനിക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കുറേ ഗുണങ്ങളുമുണ്ട് ഇങ്ങനെയുള്ള ഇതിന്, ഇങ്ങനത്തെ ടൂൾ യൂസ് അതെ. അതാണ് രണ്ടാമത്തെ ഘട്ടം, ട്രാക്ക് ചെയ്യുക എന്നുള്ളത്. മൂന്നാമത്തെന്ന് പറയുന്നത് നമുക്കൊരു എമർജൻസി ഫണ്ട് എപ്പോഴും കയ്യിൽ കരുതണം. നമുക്ക് മലയാളികൾക്ക് ഇല്ലാത്തൊരു പ്രശ്നങ്ങളൊന്നാണ് എന്താണെന്ന് വെച്ചാൽ എമർജൻസി ഫണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ്പെൻസ് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ എക്സ്പെൻസ് നമുക്ക് 6 മാസം ഒരു ജോലി ഇല്ലെങ്കിലും മാനേജ് ചെയ്യാവുന്നൊരു ഇത് വേണം. അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ വല്ല ഹോസ്പിറ്റൽ കേസോ അല്ലെങ്കിൽ പെട്ടെന്നൊരു അത്യാവശ്യം വരുമൊക്കെ വരുമ്പോൾ നമുക്ക് ആ പൈസ ഉപയോഗിക്കാം. ഇപ്പോൾ കോവിഡ് വന്നു, കുറേ പേരെ ജോലി പോയി. ഒട്ടുമിക്കവർക്കും ഈ പറയുന്ന ഒരു എമർജൻസി ഫണ്ട് ഇല്ലാത്തതുകൊണ്ട് പിടിച്ച് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വന്ന് നമുക്കറിയാം. അപ്പോൾ അതാണ് മൂന്നാമത്തെ ഇതായിട്ട് പറയുന്നത്. നാലാമത്തെ പറയുന്നത് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വയ്ക്കുക എന്നുള്ളതാണ്. വേറെ ഒന്നായിട്ടല്ല, ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെച്ചില്ലെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് വരുന്ന അസുഖങ്ങളുടെ എക്സ്പെൻസ് നമുക്കറിയാമല്ലോ. ഒരു ആൾക്കാർ പറയും തറവാട്ടിൽ പറഞ്ഞൊരു അസുഖം പറഞ്ഞ തറവാടും കൊണ്ട് പോകുന്നു പറയും. അപ്പോൾ അതുകൊണ്ട് അത് പറഞ്ഞാൽ നല്ല ഇഷ്ടംപോലെ ഇൻഷുറൻസുകൾ അവൈലബിൾ ആണ്. അതിപ്പോൾ നമുക്ക് തോന്നാം എന്തിനാണ് പ്രവാസി ഇൻഷുറൻസ് എടുക്കണമെന്നൊരു ചോദ്യം മനസ്സിലേക്ക് വന്നേക്കാം. പ്രവാസി ഇൻഷുറൻസ് എടുക്കേണ്ടത് എന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഇവിടെ ഒരു ഇൻഷുറൻസ് ഉണ്ട്. നമുക്ക് മെഡിക്കൽ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്ന കമ്പനി തരുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഇന്ത്യയിൽ എടുക്കണം എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ നിർത്തിപ്പോകുന്നതിനേക്കാളും ഒരു 3 വർഷം മുമ്പെങ്കിലും നമ്മൾ അല്ലെങ്കിൽ 2 വർഷം മുമ്പെങ്കിലും ഒരു ഇൻഷുറൻസ് ചേരുന്നതെന്നേ ഞാൻ പറയുന്നുള്ളൂ. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അസുഖങ്ങൾ കവർ ചെയ്യണമെങ്കിൽ 2 വർഷം കഴിയണം. ഓക്കെ. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ മുമ്പ് നമ്മൾ എടുത്തിട്ട് എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു 10 ലക്ഷത്തിൻ്റെ ഇൻഷുറൻസ് എടുത്തണെങ്കിൽ 2 വർഷം ഉപയോഗിച്ചില്ലെങ്കിൽ അത് ടോപ്പപ്പ് ആയിട്ട് 30 lakhs മാറും. അപ്പോൾ നമുക്ക് പൈസയൊന്നും പോകുന്നില്ല, അതിൻ്റെ അഡ്വാൻറ്റേജ് ഭാവിയിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ ആ രീതിയിൽ ഇത് പോകാനായിട്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിടുക. പിന്നെ വരുന്ന നാലാമത്തെ ഇതെന്ന് പറയുന്നതാണ് നമുക്ക് ഹൈ ഇൻട്രസ്റ്റ് ഉള്ള ലോണുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാക്സിമം ആദ്യം തന്നെ ഒഴിവാക്കുക. അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 8-9% ഇൻട്രസ്റ്റ് എടുത്താണ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് അടച്ചു തീർക്കലാണ് ആദ്യത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത്. കാരണം വെച്ചാൽ അത് 9% നമുക്ക് ഫിക്സഡാണ്, അത് തന്നെ ലാഭിക്കാം. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് അടച്ചു തീർക്കാൻ പറ്റുമോ അതിൻ്റെ ഘട്ടം നോക്കണ്ട, നേരത്തെ തന്നെ അടച്ചു തീർക്കുക. എന്നിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് ചിന്തിക്കുക. അപ്പോഴാണ് ആ ഒരു ട്രാക്കിലേക്ക് അത് എത്തുള്ളൂ. ഈ 4 കാര്യങ്ങളൊന്നും കൂടെ പറയാൻ പറ്റുമോ? ഒന്നെന്ന് പറയുന്നത് ആദ്യം തന്നെ പൈസയൊന്ന് മനസ്സിലാക്കുക, ഒരു ഗോൾ സെറ്റ് ചെയ്യുക. എന്താണ് എൻ്റെ ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യേണ്ട ഗോൾ എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. രണ്ടാമത്തെന്ന് പറയുന്നത് എക്സ്പെൻസിന് ട്രാക്ക് ചെയ്യുക, ഇൻകം എക്സ്പെൻസും ട്രാക്ക് ചെയ്ത് വെക്കുക. മൂന്നാമത്തെ പറയുന്നത് നമുക്ക് ഹൈ ഇൻട്രസ്റ്റ് ഉള്ള ഇത് അടച്ചു തീർക്കുക. പിന്നെ ഒരു എമർജൻസി ഫണ്ട് എടുത്ത് വെക്കുക. പിന്നെ ഒരു ഇൻഷുറൻസ് എടുക്കുക. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ. അപ്പോൾ സേവിങ്സും ഇൻവെസ്റ്റ്മെൻറ്റും രണ്ടാണ്. അതെ. നമുക്ക് പലപ്പോഴും ആളുകൾ വിചാരിക്കുന്നത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ടൊരു ഉപകാരം കിട്ടുമെന്നുള്ളതാണ്. പക്ഷെ എങ്ങനെയാണ് അത് വ്യത്യസ്തമാകുന്നത്? എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ ഗൾഫിൽ വരുന്നവരോടൊക്കെ സേവ് ചെയ്യുമെന്ന് മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ. ഈ സേവ് ചെയ്യുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന സാധനത്തെക്കുറിച്ച് അധികം ചിന്തിക്കുന്നില്ല. ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഒരു 5-6% ആണ് ഇന്നത്തെ രീതിയിൽ ഇൻഫ്ലേഷൻ. അതായത് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇന്ന് നമ്മൾ കിട്ടുന്ന സാധനങ്ങൾക്ക് 1 വർഷം കഴിയുമ്പോൾ 6% കൂടുതൽ പൈസ കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ ഇന്ന് 1 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 വർഷം കഴിയുമ്പോൾ അത് 94,000 രൂപയായിട്ട് കുറഞ്ഞിട്ടുണ്ടാവും. അതിൻ്റെ വാല്യൂ അത്രേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവിടെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലോങ് ടൈമിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ ഏറ്റവും കുറഞ്ഞൊരു 12-15% റിട്ടേൺ കിട്ടും. അപ്പോൾ നമുക്ക് ഓൾറെഡി ഒരു സാലറി ഉണ്ട്, ആ സാലറിയുടെ കൂടെ തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരു എക്സ്ട്രാ പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യണം. അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന നമ്മുടെ എല്ലാ എക്സ്പെൻസിനെയും മീറ്റ് ചെയ്യുന്ന രീതിയിൽ ഈ പാസീവ് ഇൻകം ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. കോമ്പൗണ്ട് എന്നൊക്കെ പറയും. ഒരു സെക്കൻഡ് സോഴ്സ് ഓഫ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഉള്ളതാണ് ഇൻവെസ്റ്റ്മെന്റ്. സേവിങ്സ് എന്ന് പറഞ്ഞാൽ അത് ബാങ്കിൽ കിടന്നാൽ അവിടെ കിടക്കുകയുള്ളൂ, അതിൻ്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ പറയുന്ന ഇൻഫ്ലേഷനെ നമുക്ക് ബീറ്റ് ചെയ്യാനും കവർ ചെയ്ത് പോകാനുള്ള, അതോടൊപ്പം തന്നെ ഒരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള സാധനമാണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ എവിടെയാണ് നമ്മളിപ്പോൾ ഈ 12% ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താൽ റിട്ടേൺസ് കിട്ടുമെന്ന് പറയുന്നുണ്ട്. ഒരു പ്രവാസിനെ സംബന്ധിച്ചിടത്തോളം എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യുക? എവിടെയാണ് നമ്മൾ ഈ സേവിങ്സ്
നിന്ന് എത്ര ശതമാനം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതും എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതും ഒന്ന് പറഞ്ഞുതരും. വളരെ നല്ലൊരു ചോദ്യമാണ്. കാരണം പൊതുവെ പ്രവാസികളൊക്കെ എന്താ പറയുക, ഇത് ഇറങ്ങാതെ ഇൻവെസ്റ്റ് ചെയ്യാതെ കാത്തു നിൽക്കണതിൻ്റെ മെയിൻ കാരണം ഇതാണ്. അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിവില്ലായ്മയാണ്. അതെ, അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം. ഈ ഫിനാൻഷ്യൽ ഫ്രീഡം എന്തുകൊണ്ട് എല്ലാവർക്കും ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷെ അച്ചീവ് ചെയ്യാത്തതെന്ന് വെച്ചാൽ വഴികൾ അറിയില്ലാത്തതുകൊണ്ടാണ്. അത് നല്ലൊരു ചോദ്യമാണെന്ന് പറയാനും കാരണം അതാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ നമ്മുടെ സേവിങ്സിനെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഒരുപാട് വഴികളുണ്ട്. ഇപ്പോൾ ഒന്ന് മ്യൂച്വൽ ഫണ്ടാണ്. മ്യൂച്വൽ ഫണ്ട് സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും കൊടുക്കുന്ന പൈസ അവിടെ ഒരു പോർട്ട്ഫോളിയോ മാനേജേഴ്സ്, നല്ല കഴിവുള്ള ആളുകളിരുന്ന് നമുക്ക് വേണ്ടിയിട്ട് ഷെയർ മാർക്കറ്റിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ റിട്ടേൺ നമുക്ക് തരുന്നു. രണ്ടാമത്തതാണ് ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഷെയർ മാർക്കറ്റിൽ നിന്ന് നമ്മൾ നേരിട്ട് നമുക്ക് ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അത് ഇവിടെ ചെയ്യാൻ വളരെ ഈസിയാണ്. നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിനോട് കൂടെ തന്നെ ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് തുടങ്ങാം, ഓൺലൈൻ വഴി തുടങ്ങാം, ഇവിടുത്തെ ഷെയറുകൾ വാങ്ങിക്കാം, വിൽക്കാം. അതും കിട്ടുന്ന പൈസക്ക് ₹1 ടാക്സ് അടയ്ക്കണ്ട. സൗദിയിൽ നിന്നുകൊണ്ട് നമുക്ക് ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇവിടുത്തെ സൗദിയിൽ തന്നെ ചെയ്യാം. സൗദിയിലാണെങ്കിൽ നമുക്കറിയാവുന്ന ഇഷ്ടംപോലെ കമ്പനികളുണ്ട്, കൂടുതൽ പഠിക്കാനൊന്നും പോകണ്ട. അരാംകോ പോലെയുള്ളത്, പിന്നെന്താണ് നമ്മൾ പറയുന്ന അൽജിസ് പെട്രോൾ പമ്പിൻ്റെതും, അങ്ങനെയുള്ള എല്ലാ ഷെയറുകളും തന്നെ നിലവിൽ സൗദി ഷെയർ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമ്മൾ നിരന്തരം കാണുന്ന കമ്പനികൾ എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാവുന്നതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് തുടങ്ങുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ അതാണ് മെയിനായിട്ട് വരിക. അതിന് അതുണ്ട്, ഷെയർ മാർക്കറ്റ് പോലെയുള്ളതുണ്ട്. ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാം, ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇന്ത്യയിൽ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളത് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. പിന്നെ ഉള്ളതാണ് ഗോൾഡും സിൽവറും. ഓക്കെ, പൊതുവേ നമ്മൾ പ്രവാസികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഗോൾഡ് നമ്മൾ ബാറായിട്ട് അല്ലെങ്കിൽ ബിസ്ക്കറ്റൊക്കെ ആയിട്ട് വാങ്ങിച്ചു വയ്ക്കും. അതിനേക്കാളും എളുപ്പം ഇപ്പോൾ ETF നമുക്ക് വേണ്ടിയിട്ട് ഗോൾഡ് അവർ വാങ്ങിച്ചു വെക്കുകയും, ഇപ്പം നമുക്കൊരു ബിസ്ക്കറ്റ് വാങ്ങിക്കാൻ ഏറ്റവും കുറഞ്ഞ നല്ലൊരു പൈസ വേണമല്ലോ. ഒരു ഗ്രാം വാങ്ങിക്കണമെങ്കിൽ പോലും ഇപ്പോഴത്തെ വില എന്നുള്ളത് നമുക്കറിയാം. അതിന് പകരം ചെറിയ എമൗണ്ടിൻ്റെ ഇപ്പോൾ ₹21 അല്ലെങ്കിൽ ₹21 കൊടുത്താൽ നമുക്ക് ഒരു ETF ഒരു ഭാഗം വാങ്ങിക്കാം. ETF എന്ന് പറയുന്നത് വെച്ചാൽ നമുക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന ഫണ്ട് മാനേജേഴ്സ് ഈ പറയുന്ന സ്വർണം വാങ്ങിച്ചു വെക്കുകയും അതിനെ ചെറിയ പോർഷനായിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ചെയ്യുന്നൊരു സൗകര്യമാണ് ETF എന്ന് പറയുന്നത്, സിമ്പിളായിട്ട് പറഞ്ഞാൽ. അതിന് ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷെയർ മാർക്കറ്റ് പോലെ ഡിമാൻഡ് ആൻഡ് സപ്ലൈനെ ബേസ് ചെയ്തിട്ടല്ല അതിൻ്റെ പ്രൈസ് നിൽക്കുന്നത്. ഇൻ്റർനാഷണൽ പ്രൈസ് ഏതാണോ അതാണ്. മാത്രമല്ല എപ്പോൾ വേണമെങ്കിലും വിറ്റിറങ്ങാം. നമുക്ക് ആ ടൂളിൽ നമ്മുടെ മൊബൈൽ ആപ്പിൽ കാണുന്നത് ഇതുപോലെ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പവൻ്റെ തതുല്യമായ ഇത് വാങ്ങിക്കുന്നു, സാധനം കയറി പോകുന്നു, ആ സമയത്ത് ഇറങ്ങണം തോന്നിയാൽ അപ്പം വിറ്റാൽ അത് കഴിഞ്ഞു. എപ്പോൾ വേണമെങ്കിലും വിൽക്കാം, ഇറങ്ങാം. ഇന്റർനാഷണൽ ഗോൾഡിന്റെ റേറ്റ് അനുസരിച്ചാണ് ഇത് വരിക. അതല്ലാതെ ആൾക്കാർ കൂടുതൽ മേടിക്കാനുണ്ട് എന്ന് വിചാരിച്ചാൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈയുടെ ബേസേ അല്ല, ഷെയർ മാർക്കറ്റ് പോലെയല്ല, ഫ്ലക്ച്വേറ്റഡ് അല്ല, സ്പെക്കുലേറ്റീവ് അല്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. മാത്രമല്ല നമുക്ക് വീട്ടിൽ സൂക്ഷിച്ചു വെക്കാനോ ഇത് കൊണ്ടു കിടക്കാനോ ഒന്നും പ്രശ്നമല്ല. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അതൊക്കെ അവർ ചെയ്തോളും. ഒരു ചെറിയ പൈസ മാത്രമാണ് നമ്മുടെ ഇതിന് വരുന്നുള്ളൂ. ഇന്ത്യയിലും ചെയ്യാം, ഇവിടെയും ചെയ്യാം. ഇവിടെ ചെയ്താൽ ടാക്സ് ഇല്ല. ഇത് എവിടെയാണ് ഇത് ചെയ്യല്? ഇതിപ്പം നമുക്ക് അൽബിലാദ് ETF എന്ന് പറഞ്ഞിട്ടൊരു ETF ഇവിടെ സൗദിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത് നമുക്ക് ഈ പറയുന്ന ക്യാപിറ്റൽ അക്കൗണ്ട് തുടങ്ങാം. വളരെ ഈസിയാണ്. ഇപ്പോൾ SNP ആണെങ്കിൽ SNP ക്യാപിറ്റലിൽ നിന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും. നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കുക, ഇക്കാമ നമ്പർ കൊടുക്കുക, ബാക്കിയുള്ള ഫോമുകൾ കുറച്ചുണ്ട്, ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക, വായിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. അതാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഫിനാൻഷ്യൽ ഫ്രീഡം ഗ്രൂപ്പിൽ ചെയ്യുന്നൊരു പരിപാടി എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ളവരെ ഹെൽപ്പ് ചെയ്യുക. എവിടെയെങ്കിലും സ്റ്റക്കായി പോയി കഴിഞ്ഞാൽ ടെക്നിക്കൽ സപ്പോർട്ടും ഈ വക സപ്പോർട്ടും കൊടുക്കുക എന്നുള്ളതാണ് മെയിൻ നമ്മളത് ചെയ്യുന്നത്. സാധാരണക്കാർക്ക് എപ്പോഴും ഇതൊരു ഭയങ്കര കടമ്പയായി തോന്നും. അപ്പോൾ അത് എളുപ്പമാക്കി കൊടുക്കുക എന്നുള്ളത് അത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ രീതിയിൽ നമ്മൾ ഇത് ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ വരുന്നതാണ് REIT എന്ന് പറയും. അതായത് റിയൽ എസ്റ്റേറ്റിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്, ഫോർ എക്സാമ്പിൾ ഇവിടെയോ ഇന്ത്യയിലോ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ചെറിയ പൈസ പോരാ, അതെ, ലക്ഷങ്ങളും കോടികളും വേണം ഇപ്പോഴത്തെ അവസ്ഥയിൽ. അതിന് പകരം ചെറിയ ETF അവൈലബിൾ ആണ്. ETF പോലെ തന്നെ ഈ പറയുന്ന REIT എന്ന് തന്നെ പറയാം. അത് അവരുടെ ഷെയറുകൾ അവൈലബിൾ ആണ്. അത് വാങ്ങിച്ചാൽ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ആ വാടക കറക്റ്റ് റെൻറ്റ് എല്ലാ ക്വാർട്ടർലിയും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ അപ്രിസിയേഷനും കിട്ടിക്കൊണ്ടിരിക്കും. അതായത് റിയൽ എസ്റ്റേറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ നമ്മൾ ഓടി നടന്ന് സ്ഥലം കണ്ട് അതിനെ വാലുവേറ്റ് ചെയ്ത് ആരെങ്കിലും കൊണ്ടുപോയി പൈസ കൊടുത്ത് പിന്നെ വിൽക്കാൻ നേരത്ത് പ്രവാസിയുടെ സ്ഥലമാണെങ്കിൽ വില ഉണ്ടാവില്ല. അതെ, അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. ഇങ്ങനെയുള്ള രീതിയിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇതിനുള്ള സ്റ്റെപ്പ് എന്താണ്? ഇതിനും ഇതുകൊണ്ട് തന്നെ ഈ പറയുന്ന REITകളെല്ലാം ഈ പറയുന്ന ടൂളുകളിൽ അവൈലബിൾ ആണ്. ക്യാപിറ്റൽ ആയിക്കോട്ടെ, ഇന്ത്യയിലുള്ള സെറോദയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എല്ലാ ബാങ്കിൻ്റെ അടക്കമുള്ള എല്ലാ ബ്രോക്കറിൻ്റെയും സൈറ്റുകളിൽ അവൈലബിൾ ആണ്. അത് ഗവൺമെൻറ്റിൻ്റെ അടക്കമുള്ള REITകൾ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് റിയൽ എസ്റ്റേറ്റ് ഓൺ ചെയ്യാൻ ഇത്തരം ടൂളുകൾ ഉപയോഗിച്ചാൽ മതി. മാത്രമല്ല വിൽക്കാനാണെങ്കിലോ
ഈ പറയുന്ന എന്താ പറയുക വാല്യുവേഷനനുസരിച്ച് ചെറിയ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവുമെങ്കിൽ പോലും പിറ്റേ മൂന്നാമത്തെ ദിവസം നമുക്ക് പൈസ വരും. ഓക്കെ, അപ്പോൾ ലിക്വിഡിറ്റി ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയും ഈ പറഞ്ഞ ഞാൻ എല്ലാത്തിൻ്റെയും ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ലിക്വിഡിറ്റിയാണ്. എന്ന് നമുക്ക് ഒഴിവാക്കണമെന്ന് അന്ന് നമുക്ക് ക്യാഷ് ആയിട്ട് വരും. അതെ, കറക്റ്റ്. ഓക്കെ, അപ്പം മ്യൂച്വൽ ഫണ്ട്, സ്റ്റോക്ക് മാർക്കറ്റ്, ഗോൾഡ്, അതുപോലെ RET. ഈ ഗോൾഡും RETയും നമുക്ക് ഫിസിക്കലായിട്ട് തന്നെ ചെയ്യണമെന്നില്ല, നമുക്ക് ഇതുപോലെയുള്ള ടൂൾസ് ഉപയോഗിച്ച് ചെയ്യാം. ഇത് ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടാവില്ല. അതെ, അതാണ് അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജും. നമ്മൾ എന്താ പറയുക, ഇപ്പോഴത്തെ ലോകം മാറുന്നതിനനുസരിച്ച് അതാണ് ഞാൻ നേരത്തെയും പറഞ്ഞത്, അറിവില്ലായ്മ. അതായത് നമുക്ക് ആരും പരിചയപ്പെടുത്തി തന്നിട്ടില്ല. അപ്പോൾ പരിചയപ്പെടുത്തി തന്നതിനനുസരിച്ച് നമുക്ക് അതിനുള്ള മാറ്റങ്ങൾ, അതുകൊണ്ടാണ് നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഊന്നി പറയുന്നത്. അപ്പോൾ ഈ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുമ്പം പലർക്കും അത് നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റാത്തൊരു മേഖലയാണെന്ന് തോന്നും. സത്യത്തിൽ ഒരു കോമൺ മാനിന് അല്ലെങ്കിൽ ഒരു സാധാരണക്കാരന് സ്റ്റോക്ക് മാർക്കറ്റിനെ എങ്ങനെ നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കുക? സ്റ്റോക്ക് മാർക്കറ്റ് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് വലിയ എന്തോ സംഭവമാണെന്നുള്ളതാണ്. അത്ര ഈസിയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ വളരെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ അടുത്ത് നടന്നൊരു റിസർച്ച് പറയുന്നത് വെച്ചാൽ 2 ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് പൈസ കൊടുത്തു. ഒന്ന് കുറേ കുട്ടികൾക്ക് കൊടുത്തു, ഒന്ന് CA പോലെയുള്ള ഫിനാൻഷ്യൽ എക്സ്പേർട്ടുകൾക്കും കൊടുത്തു. 2 പേർക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള എല്ലാം പഠിപ്പിച്ചു കൊടുത്തു, ഇൻവെസ്റ്റ് ചെയ്യാൻ ഇത് ചെയ്തു. ഏറ്റവും കൂടുതൽ കാശുണ്ടാക്കി തരാമെന്ന് പറയൂ കുട്ടികളാണ്. കാരണം കുട്ടികൾ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ അവർക്ക് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് കമ്പനികളുടെയും അവർ സ്ഥിരം ഉപയോഗിക്കുന്ന കമ്പനികളുടെ ഷെയർ എടുത്തു. മറ്റവരാണെങ്കിലോ എല്ലാ ഫണ്ടമെൻ്റൽസും ഒക്കെ പഠിച്ച് അങ്ങനെയുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്തു. പക്ഷേ കുട്ടികളാണ് കൂടുതൽ പൈസ ഉണ്ടാക്കിയെന്നുണ്ട്. അത്ര സിമ്പിളാണോ എന്ന് വെച്ചാൽ സിമ്പിളാണ്. നമുക്കറിയാവുന്ന ബിസിനസ്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോയാൽ മതി. ഇനി എങ്ങനെ തുടങ്ങും എന്നുള്ളത് ചിലവർ ചോദിക്കാറുണ്ട്. എങ്ങനെ തുടങ്ങും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് നമുക്ക് NRO അക്കൗണ്ട് വെച്ചും NRE അക്കൗണ്ട് വെച്ചും ചെയ്യാം നാട്ടിലാണെങ്കിൽ. ഇപ്പം ഇവിടെയാണെങ്കിൽ ഞാൻ പറഞ്ഞോണം, ഏത് ബാങ്കാണോ നമ്മൾ ഉപയോഗിക്കുന്നത് ആ ബാങ്കിന് എല്ലാത്തിനും തന്നെ ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ട്. അത് നമുക്ക് സാലറി വരുന്ന ബാങ്ക് അക്കൗണ്ട്, അത് നമുക്ക് ലീഗലി അനുവദിച്ച് തന്നിരിക്കുന്നതാണ്. ഒരു കുഴപ്പമില്ല. അവിടെ ഉണ്ടാക്കുന്ന ഒരു പൈസയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ടാക്സ് അടയ്ക്കണ്ട. മാത്രമല്ല സൗദിയിലാണെങ്കിൽ മാത്രമല്ല എല്ലാവരെയും ചിലവരെയൊക്കെ വൈഫ് എന്താ വെച്ചാൽ നന്നായി എഡ്യൂക്കേറ്റഡ് ആയിരിക്കാം, അല്ലാത്തവരുണ്ടാവാം, എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവാം, പക്ഷെ പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവാം. അതായത് എന്താ പറയുക, ഇനിയിപ്പോൾ ജോലി ഉള്ളവർക്കാണെങ്കിൽ പോലും അവർക്കും തുടങ്ങാം ഈ അക്കൗണ്ട്. ഫീമെയിൽസിനും പറ്റും. ഏത് വീട്ടമ്മമാർക്കും തുടങ്ങാം, ഡിപ്പെൻഡൻറ്റിന് അടക്കം തുടങ്ങാം അവിടെ. അതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. അതൊരു പുതിയ അറിവാണ്. അതെ, അപ്പോൾ അത് വലിയൊരു സാധ്യതയാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. ഇവിടെ ചെയ്യണമെങ്കിൽ, നാട്ടിൽ ചെയ്യണമെങ്കിലാണ് ഞാൻ പറഞ്ഞോണം, നമ്മുടെ ബാങ്കുകളിൽ തന്നെ അവരോട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ നമുക്ക് വേണ്ടിയിട്ടൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് തരും. നാട്ടിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ NRO അക്കൗണ്ട് വെച്ചിട്ടാണെങ്കിൽ 3 അക്കൗണ്ട് വേണം, NRE അക്കൗണ്ട് വെച്ചിട്ടാണെങ്കിൽ 4 അക്കൗണ്ട് വേണം. എന്ന് പറഞ്ഞാൽ NRO അക്കൗണ്ട്, ഒരു ട്രേഡിംഗ് അക്കൗണ്ട്, ഒരു ഡിമാറ്റ് അക്കൗണ്ട്. NRO അക്കൗണ്ട് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന പൈസ അതിലിട്ടിട്ട് വേണം അതിൽ നിന്ന് നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് മാറ്റാൻ. ട്രേഡിംഗ് അക്കൗണ്ട് വഴിയാണ് ഷെയർ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത്. നമ്മൾ വാങ്ങുന്ന ഷെയർ എവിടെയാണ് വരുന്നത്? ഡിമാറ്റ് അക്കൗണ്ടിലാണ് വരിക. അങ്ങനെ 3 അക്കൗണ്ടാണ്. ഇനി NRE അക്കൗണ്ട് വെച്ചിട്ടാണ് ചെയ്യണമെങ്കിൽ അതിൻ്റെ കൂടെ ഒരു PIS അക്കൗണ്ടും കൂടി തുടങ്ങണം. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്ന സിസ്റ്റം എന്നാണ് പറയുന്നത്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ RBIക്ക് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. NRIs എത്ര രൂപ ഇന്ത്യയിൽ ഇത് ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്നൊരിതാണ്. അതും ഈ പറഞ്ഞോണം സിമ്പിളാണ്. നമ്മുടെ ബാങ്ക് വഴി തുടങ്ങാം. അതല്ലെങ്കിൽ ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് ആയിട്ടുള്ള സെറോദ, അപ്സ്റ്റോക്ക്, അങ്ങനെയുള്ള കുറേ അധികം ഇത് അവൈലബിൾ ആണ് ഇപ്പോൾ. അതുവഴി നമുക്ക് തുടങ്ങാം. ഈസിയാണത്. ഇതൊക്കെ ബ്രോക്കേഴ്സൊക്കെ പറയുന്നത് ഇപ്പം ആപ്ലിക്കേഷനുകളാണ്. അതെ, എല്ലാം ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. അത് ഞാൻ പറഞ്ഞത്, ജസ്റ്റ് ഒരു സിംഗിൾ ക്ലിക്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുത്ത് നാട്ടിലാണെങ്കിൽ ഇപ്പോൾ വളരെ ഈസി ആയിട്ട്, നാട്ടിലുള്ള സമയത്താണെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഇവിടെയാണെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫിസിക്കലി ഒരു സെറ്റ് ഓഫ് ഡോക്യുമെൻറ്റ് സൈൻ ചെയ്ത് അയച്ചു കൊടുക്കണം. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ICICI ബാങ്ക് പോലെയുള്ള, ആക്സിസ് ബാങ്ക് പോലെയുള്ള, നിങ്ങളുടെ ബാങ്കിലാണ് അക്കൗണ്ട് ഉള്ളതെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവരത് കൊറിയർ ചെയ്ത് തരും. അതല്ലെങ്കിൽ അവർ ലിങ്ക് നമുക്ക് അയച്ചു തരും. അത് ഡൗൺലോഡ് ചെയ്യുക, ഫില്ല് ചെയ്യുക, സൈൻ ചെയ്യുക. അവരുടെ തന്നെ ആളുകളെ നമ്മുടെ വീട്ടിലേക്ക് വിട്ട് നമ്മുടെ ഇവിടെ സൗദി അറേബ്യയിൽ വന്ന് നമ്മുടെ വീടിൻ്റെ മുമ്പിന് നോക്ക് ചെയ്ത് സാധനം കളക്ട് ചെയ്ത് കൊണ്ടുപോയി അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് തരും. പിന്നെ ഫിസിക്കൽ കോപ്പി ഇവിടെ വന്ന് അവർ കളക്ട് ചെയ്തുകൊണ്ടും അവർ തന്നെ കൊറിയറിന് ഏർപ്പാട് ചെയ്ത് തരും. അത്രയും എളുപ്പമാണ് ഈ കാര്യങ്ങളൊക്കെ, എളുപ്പമാക്കി വച്ചിരിക്കുകയാണ് ഇപ്പോൾ. ഓക്കെ, അപ്പം NRO വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ട് 2 അക്കൗണ്ട് വേണം. അതെ, ട്രേഡിംഗ് അക്കൗണ്ടും ഡിമാറ്റ് അക്കൗണ്ടും. NRE ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു PIS അക്കൗണ്ട് അഡീഷണൽ ആയിട്ട് വേണ്ടി വരും. ഇതെല്ലാം ബാങ്ക് അറേഞ്ച് ചെയ്ത് തരും. ബാങ്കെല്ലാം അറേഞ്ച് ചെയ്ത് തരും. ഈ പറയുന്ന ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് ആണെങ്കിലാണ്, നമ്മൾ നാട്ടിലുണ്ടെങ്കിലാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമുണ്ട്. ഡിസ്കൗണ്ട് ബ്രോക്കറായ സെറോദ ആണെങ്കിലും
നമുക്ക് ഈ പറയുന്ന സെറ്റ് ഓഫ് ഡോക്യുമെൻറ്റ് നമ്മുടെ കയ്യിലേക്ക് നമ്മളായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അയച്ചു തരാം. അത് ഫില്ല് ചെയ്തിട്ട് അവർക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അയച്ചു കൊടുക്കണം. അവരുടെ കൊറിയർ ഒന്നും പിക്ക് ചെയ്യില്ല, കാരണം ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് ആണല്ലോ. അപ്പോൾ അവരത് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ ഓപ്പൺ ചെയ്ത് നമുക്ക് ഇത് ചെയ്ത് തരും. അപ്പോൾ ഓക്കെ, നമ്മൾ ഈ അക്കൗണ്ടുകളൊക്കെ ഓപ്പൺ ചെയ്തു. ഇനി നമുക്കിതിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വളരെ ഈസിയാണ്. ഇപ്പോൾ നമ്മൾ ഷെയർ മാർക്കറ്റിനെ കുറിച്ചാണ് കേട്ടോ പറയുന്നത്. മ്യൂച്വൽ ഫണ്ടിൽ കുറച്ച് വ്യത്യാസമുണ്ട്, ഞാൻ പറയാം. ഷെയർ മാർക്കറ്റിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന അക്കൗണ്ടിലേക്ക് നമ്മൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് ലിങ്ക് ചെയ്തിട്ടുണ്ടാവും. അത് ഈ പറയുന്ന അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ പാൻ നമ്പറും ഈ പറയുന്ന അക്കൗണ്ടുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം. അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ ഉണ്ടായിരിക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ OTP പോലുള്ളതെല്ലാം വരുന്നത് ഈ അക്കൗണ്ടിലേക്കായിരിക്കും, ഈ മൊബൈൽ നമ്പറിലേക്കായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഇത് ആദ്യം ശ്രദ്ധിക്കുക. പാൻ ഉണ്ടായിരിക്കണം. ഇനി ആധാർ ഉണ്ടെങ്കിൽ നല്ലത്. ഈ ആധാറും പാനും ഈ പറയുന്ന അക്കൗണ്ടുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ വളരെ ഈസി. അതാണ് നമ്മൾ ഫസ്റ്റ് ഇതെന്ന് പറയണത്. പിന്നെ ബാക്കിയുള്ള ഓരോ അക്കൗണ്ട് വെച്ച് ഇപ്പം NRO അക്കൗണ്ട് ആണെങ്കിലും NRE അക്കൗണ്ട് ആണെങ്കിലും ഈ പറയുന്ന 4 കാര്യങ്ങളെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി മ്യൂച്വൽ ഫണ്ട് ആണെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട് കുറച്ചും കൂടി ഈസിയാണ്. മ്യൂച്വൽ ഫണ്ട് നമ്മൾ ഈ അക്കൗണ്ടുകൾ തമ്മിൽ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ആ പൈസ ഉപയോഗപ്പെടുത്തിയാണ്ട് നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് അക്കൗണ്ടിലേക്ക് പൈസ മാറ്റിയാൽ മതി. ഈ പറയുന്ന ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് പൈസ മാറ്റുക. നമുക്ക് ഇഷ്ടമുള്ള സ്റ്റോക്കുകൾ വളരെ ഈസിയാണ്. നമുക്കൊരു സ്റ്റോക്കുകൾ കാണണം. ഇപ്പോൾ ഏഷ്യൻ പെയിൻറ്റ്സിന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കാണാം സെല്ലെന്നും ബൈ എന്നും കാണിക്കുന്നുണ്ടാവും. സെല്ലിൻ്റെ മുകളിൽ ഇപ്പോഴത്തെ പ്രൈസ് എത്രയാണെന്ന് കാണിക്കുന്നുണ്ടാവും. ആ ബൈയുടെ മുകളിലാണെങ്കിലും ഇപ്പോൾ ബൈ ചെയ്യുന്നതിൻ്റെ പൈസ എത്ര ഇതിലാണ് നടക്കണമെന്ന് കണ്ടും അതിൽ ക്ലിക്ക് ചെയ്യുക. ആ എമൗണ്ട് ഇട്ട് കൊടുക്കുക. നമുക്ക് ആവശ്യമുള്ളതാണെങ്കിൽ ഏത് എമൗണ്ടിൽ വരുമ്പോഴാണ് എനിക്ക് വേണ്ടത്. ഫോർ എക്സാമ്പിൾ 1000 രൂപയാണ് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കതൊരു 950 രൂപ മതി. അപ്പോൾ 950 ഇട്ടിട്ട് 10 ക്വാണ്ടിറ്റിയോ അല്ലെങ്കിൽ 5 ക്വാണ്ടിറ്റി ആണെങ്കിൽ 5 ക്വാണ്ടിറ്റി ഇടുക, ക്ലിക്ക് ചെയ്യുക. അതെപ്പോഴാണോ ഈ പറയുന്ന നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രൈസ് ആവുന്ന എക്സിക്യൂട്ട് ആവും, നമ്മുടെ ഇതിലേക്ക് ഇത് വരും. 3-ാമത്തെ ദിവസം നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ഇത് വരും. ഈ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് വന്നാൽ എന്താ ഗുണമെന്ന് വെച്ചാൽ നമ്മൾ ഷെയർ മാർക്കറ്റിൽ കിട്ടുന്ന അപ്രീസിയേഷൻ മാത്രമല്ല കിട്ടുന്ന ഡിവിഡൻഡ് അടക്കമുള്ള കാര്യങ്ങളും നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഇതിൽ നമ്മൾ ശരിക്കും മേടിക്കുന്നത് കമ്പനികളുടെ ഷെയറുകൾ. അതെ, സ്റ്റോക്ക് മാർക്കറ്റിലൂടെ. അപ്പോൾ ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ എക്സാമ്പിൾ പറഞ്ഞുകൊണ്ട് പറയുകയാണ്. അപ്പോൾ 1000 രൂപയ്ക്ക് ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ ഒരു ഷെയറാണ് നമ്മൾ മേടിക്കുന്നത്. അതെ, അതിൽ നമ്മളൊരു ഇൻഡയറക്റ്റ്ലി ഒരു ഷെയർ ഹോൾഡർ ആവുകയാണ്. അതെ, ആ കമ്പനിയുടെ ഭാഗമാണ് നമ്മൾ. നമുക്ക് ഈ പറയുന്ന അവരുടെ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് ഒക്കെ എടുക്കുമ്പോൾ മെയിൽ വരും. നമ്മുടെ പാസ്വേഡും ഇത് അയച്ചു തരും. നമുക്കതിൽ കയറാം, അതിൽ അറ്റൻഡ് ചെയ്യാം, ലൈവായിട്ട് അവരുടെ ഇതിൽ പങ്കെടുക്കാം. അതിനുള്ള എല്ലാ സൗകര്യവും ഉണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ ഫിനാൻഷ്യൽസൊക്കെ നമുക്ക് കാണാനും പറ്റും. ഫിനാൻഷ്യൽസൊക്കെ നമുക്ക് കാണാനായിട്ട് ഇഷ്ടംപോലെ ടൂൾസ് അവൈലബിൾ ആണ്. ഒന്ന്, പിന്നെ അവരുടെ സൈറ്റിൽ കയറിയാലും കാണാം. NSEയുടെ BSEയുടെ സൈറ്റിൽ കയറിയാലും കാണാം. ഇവിടെയാണെങ്കിലും നമുക്ക് ഇവിടുത്തെ സൗദി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കയറിയാലും കാണാം. NSE BSE എന്താണ്? NSE നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും. അതാണ് മെയിൻ 2 എക്സ്ചേഞ്ചുകൾ ഇന്ത്യയിലുള്ളത്. ഓക്കെ. അപ്പോൾ ഈ പറയുന്ന NSEയിൽ BSEയിലും സ്റ്റോക്കുകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ചില സ്റ്റോക്കുകൾ 2ലും ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ചിലതിൽ BSEയിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ US എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാസ്ഡാക്കും ഒക്കെ വ്യത്യാസം വെച്ചാൽ ടെക് കമ്പനികളൊക്കെ നാസ്ഡാക്കിലും മറ്റേ ഇതിൽ ബാക്കിയുള്ളതുമാണ് വരിക. നമുക്ക് ആ ഒരു ഡിഫറൻസിയേഷൻ ഇല്ല. നമുക്കെല്ലാം ഈ പറയുന്ന ചിലപ്പോൾ 2ലും കാണാൻ പറ്റും. ഇപ്പോൾ ഏഷ്യൻ പെയിൻറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ NSEയിലും കാണാൻ പറ്റും, BSEയിലും കാണാൻ പറ്റും. നമുക്ക് ഈ ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ 2ലും നമുക്ക് നമുക്ക് അതായത് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അതിൽ കാണിക്കും NSEന്ന് വേണോ BSEന്ന് വേണോ, ഒരേ പ്രൈസ് ആയിരിക്കും. ഒട്ടുമിക്കതും ഒരേ പ്രൈസ് ആയിരിക്കും. അതിൽ വലിയ ഡിഫറൻസ് ഒന്നും വരില്ല. ഇനി BSEയിൽ വാങ്ങിച്ച് നമുക്ക് NSEയിൽ വെക്കണമെങ്കിൽ അങ്ങനെയും ആവാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഡിഫറൻസ് എന്താണ്? മ്യൂച്വൽ ഫണ്ടിൻ്റെ ഡിഫറൻസ് എന്ന് വെച്ചാൽ മ്യൂച്വൽ ഫണ്ട് നമുക്ക് വേണ്ടിയിട്ട് ഒരു ഫണ്ട് മാനേജേഴ്സ് ഇരുന്ന് നമുക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ തന്നെ പലതരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. ഈ പറയുന്ന ഗോൾഡിലും ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. പിന്നെ ബോണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. പക്ഷേ നമ്മൾ ഷെറിയ നോക്കുന്നുണ്ടെങ്കിൽ ഷെറിയ ബേസ്ഡ് ആയിട്ടുള്ള മെയിൻ 2 മ്യൂച്വൽ ഫണ്ട് പറയുന്നത് ടാറ്റ എത്തിക്കൽ ഫണ്ടും ടോറസും ആണ്. അതുകൊണ്ടാണ്ട് പിന്നെ ഒട്ടുമിക്ക കമ്പനികളും പുതിയ ഇത് ഇറക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ BSE ബേസ്ഡ് ആയിട്ടുള്ള ഷെറിയ ഇൻഡെക്സ് ഉണ്ട്. അതൊക്കെ ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിലെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വളരെ സിമ്പിളാണിതും. ഇതോടെ തന്നെ ടാറ്റ എത്തിക്കൽ ഫണ്ടോ അല്ലെങ്കിൽ ഏത് മ്യൂച്വൽ ഫണ്ടാണോ നിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നത് അത് അടിച്ചു കൊടുക്കുക. ആ ലിങ്ക് നെറ്റിൽ കാണുന്നത് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ആധാർ നമ്പറും മറ്റേ ഫോൺ നമ്പറും കൊടുക്കുക. ഫോൺ നമ്പറിലേക്ക് ഒരു OTP വരും. വളരെ സിമ്പിളായിട്ട് ചെയ്യുക. KYC അപ്ഡേറ്റ് ചെയ്യുക. KYC അപ്ഡേറ്റ് ചെയ്യാനായിട്ടും ഈ പറഞ്ഞ നാട്ടിലുണ്ടെങ്കിൽ ഭയങ്കര ഈസിയാണ്. ഇവിടെ നിന്നാണെങ്കിൽ
ഒരു KYC നമുക്ക് അപ്ഡേറ്റ് ചെയ്യണം. അത് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള എമൗണ്ട് സിപ്പായിട്ടോ, അതായത് എല്ലാ മാസവും ഒരു 5,000 രൂപ വെച്ചിട്ടുണ്ടെങ്കിൽ 5,000 രൂപ വെച്ചിടാം, അല്ലെങ്കിൽ 2,000 രൂപ വെച്ചപ്പോൾ കുറച്ച് 100 രൂപ 250 രൂപയായിട്ട് കുറച്ചിട്ടുണ്ട്. ഓക്കെ. പണ്ട് മിനിമം എമൗണ്ട് കുറച്ചുകൂടി വലുതായിരുന്നു. സാധാരണക്കാരനും സിപ്പ് എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ, എല്ലാ മാസവും ഒരു ചെറിയ എമൗണ്ട് ഇട്ടുപോകുന്ന രീതി. അപ്പോൾ ഇപ്പോൾ അതിലും കുറച്ച് 100 രൂപയാണ് 250 രൂപയൊക്കെ ആക്കിയിട്ടുണ്ട്. ആ പൈസയ്ക്ക് നമുക്ക് ഏത് സാധാരണക്കാരനും ഇൻവെസ്റ്റ് ചെയ്യാം. അത് ഇൻവെസ്റ്റ് ചെയ്ത് പോകുമ്പോൾ അവർ ആ പൈസ എടുത്ത് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അവർ എന്താ പറയുക, ഷെയർ മാർക്കറ്റിൽ കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന ലാഭവും ഡിവിഡൻറ്റും ഒക്കെ നമുക്ക് വരും. ഈ സിപ്പിന് എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കത് വേണമെങ്കിൽ എന്തെങ്കിലും ഒരു കാലത്ത് റിട്ടയർമെൻ്റ് ആയി എന്ന് വിചാരിക്കാം, നേരെ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ ആക്കാം. ഒരു 10 വർഷം കഴിഞ്ഞ് നമ്മൾ പ്രവാസം നിർത്തിപ്പോയി, ജീവിക്കാനുള്ള ഒരു അവസരം ഇതിൽ തന്നെ വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് അതിൻ്റെ പ്ലാൻ മാറ്റിയിട്ട് സിപ്പ് മാറ്റിയിട്ട് സിസ്റ്റമാറ്റിക് വിഡ്രോവലാക്കിയാൽ മതി. എൻ്റെ എക്സ്പെൻസ് ഫോർ എക്സാമ്പിൾ ഏറ്റവും നല്ല ഉദാഹരണം പറയാം. ഒരു പ്രവാസി എല്ലാ മാസവും 5,000 രൂപ വെച്ചിട്ടെന്ന് വിചാരിക്കാം. 20 വർഷം ഇട്ട് കഴിഞ്ഞാൽ അത് 12 ലക്ഷം രൂപയാവുക. സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലാണ് ഇടുന്നതെങ്കിൽ 12 ലക്ഷം രൂപയായി. നേരെ മറിച്ച് ഇത് ഏതെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ടിലാണ് ഇട്ടതെങ്കിൽ, ഇപ്പോൾ കഴിഞ്ഞ ഒരു 5 വർഷത്തെയോ ഒരു 10 വർഷത്തെയോ 20 വർഷത്തെയൊക്കെ ഒരു ആവറേജ് ഗ്രോത്ത് എന്ന് പറയുന്നത് 15 മേലെയാണ്, 15% മേലെയാണ്. അതിനും പകരം നമ്മൾ എന്ത് ചെയ്താണ്, ഇത് ഒരു 12% കൂട്ടിക്കോ, അതായാൽ തന്നെ ഇത് 50 ലക്ഷം രൂപയായിട്ടുണ്ടാവും 20 വർഷം കഴിയുമ്പോൾ. ഈ 50 ലക്ഷത്തിൽ നിന്ന് 12% വെച്ച് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ ആക്കി കഴിഞ്ഞാൽ ഒരു മാസം നമുക്ക് 50,000 രൂപ വിഡ്രോ ചെയ്യാം. ഈ 50 ലക്ഷം രൂപ കിടക്കുകയും ചെയ്യും. അതാണ് കോമ്പൗണ്ടിങ്ങിൻ്റെയും ഒക്കെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. ഈ കോമ്പൗണ്ടിങ് എപ്പോഴും ഇൻവെസ്റ്റ്മെന്റിന്റെ കൂടെ സംസാരിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ 12 ലക്ഷം രൂപ 50 ലക്ഷം രൂപ ആവണേനെയാണ്. കാരണം വെച്ചാൽ ഇപ്പോൾ 1 ലക്ഷം രൂപയാണ് നമ്മൾ ഈ വർഷം ഇൻവെസ്റ്റ് ചെയ്തത്. ഈ 1 ലക്ഷം രൂപയുടെ 12% കിട്ടിയപ്പോൾ 1,12,000 രൂപയായി. അടുത്ത വർഷം നമുക്ക് കിട്ടുന്ന 12% എന്ന് പറയുന്നത് 1 ലക്ഷത്തിൻ്റെ അല്ല, 1,12,000-ന്റെ 12%ആണ് കിട്ടുന്നത്. അപ്പോൾ അതാണ് ഈ കോമ്പൗണ്ട് ചെയ്ത് പോകുന്നത്. അതാണ് ഈ 12 ലക്ഷം രൂപ 50 ലക്ഷം രൂപ ആയിട്ടുണ്ടെന്ന് പറയേണ്ട കാരണം. ഓക്കെ, നമ്മൾ സേവിങ്സ് ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ 12 ലക്ഷമായിട്ട് കിടക്കും. അതെ, നേരെ മറിച്ച് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 50 ലക്ഷം രൂപ ആയിട്ടുണ്ടാവും. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് ഈ ഫണ്ട് മാനേജേഴ്സ് നമുക്ക് വേണ്ടിയിട്ട് അവർ തന്നെ സെലക്ട് ചെയ്യുന്ന സ്റ്റോക്കുകളിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അവർ കുറച്ചും കൂടി എഡ്യൂക്കേറ്റഡ് ആവും, അതുകൊണ്ട് കുറച്ചും കൂടി കൃത്യമായിട്ട് പൾസ് അറിയാൻ പറ്റും മാർക്കറ്റിന്, അതിനനുസരിച്ച് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നു അല്ലേ. ഓക്കെ, പക്ഷെ നമ്മൾ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പൊതുവിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? പൊതുവെ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ഉണ്ട്. ഒന്ന് പറയുന്നത് ഡെറിവേറ്റീവ് മാർക്കറ്റുകളുണ്ട്, അതായത് ഓപ്ഷൻ സെല്ലിങ്ങും ബയ്യിങ്ങും അടക്കമുള്ളത്. അത് പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ ഭയങ്കര ഹൈലി റിസ്ക് ഉള്ളൊരു സാധനമാണ്. സെബി തന്നെ പറയുന്നുണ്ട് അത് 96%, 92% ആളുകളുടെയും പൈസ പോകുന്ന ഒരു ഇതാണെന്നാണ് പറയുന്നത്. ഒരു കണക്കനുസരിച്ചിട്ടാണെങ്കിൽ കഴിഞ്ഞ 2-3 വർഷം കൊണ്ട് 2 ലക്ഷം കോടി പൈസ സാധാരണക്കാർക്ക് പോയിട്ടുണ്ടെന്ന് പറയുന്നത്. അത് അപ്പോൾ അതിലേക്ക് നമ്മൾ പോകുന്നില്ല. അത് കുറച്ച് റിസ്ക് ഉള്ളവർ കുറച്ച് പഠിച്ച് ചെയ്യേണ്ടവരാണ്. രണ്ടാമത്തൊരു ഇതെന്ന് പറയുന്നതാണ് ഈ പറയുന്ന സ്വിംഗ് ട്രേഡിങ്ങും ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റും. അതിനാണെങ്കിൽ മെയിനായിട്ട് നമ്മൾ നോക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കമ്പനി എങ്ങനെയുള്ള കമ്പനിയാണ്, ഏതാണ് അതിൻ്റെ മാനേജ്മെൻറ്റ് എങ്ങനെയാണ്, അതിൻ്റെ ഗ്രോത്ത് എത്രയുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇനി ഭാവിയിലേക്ക് ഗ്രോത്ത് ഉണ്ടാവാൻ ചാൻസ് ഉള്ള കമ്പനികളാണോ എന്ന് നോക്കിയിട്ട് നമ്മൾ വാങ്ങിച്ച് കയറുന്നതാണ്. അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നെറ്റിൽ അവൈലബിൾ ആണ്. സ്ക്രീനർ പോലെയുള്ള ഇഷ്ടംപോലെ ടൂളുകൾ അവൈലബിൾ ആണ്. സ്ക്രീനറിലൊക്കെ കയറിയാൽ തന്നെ അതിൻ്റെ കമൻട്രി അടക്കമുള്ള എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആണ്. മാത്രമല്ല ട്രേഡിംഗ് വ്യൂ ഉണ്ട്, അങ്ങനെ പലതിലും. അതിൽ കയറുമ്പോൾ തന്നെ അത് അവർ കാണിക്കും അതിൻ്റെ സ്കോർ അടക്കം. ഒരു 70ക്ക് മേലെയുള്ളത് 80ക്ക് മേലെയുള്ളതെന്നൊക്കെ പറഞ്ഞാൽ ചാൻസ് കൂടുതലാണ്, നല്ല കമ്പനികളാണെന്ന് അർത്ഥം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നല്ല കമ്പനികളെല്ലാം നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് അല്ല. എന്താ വെച്ചാൽ നമ്മൾ വിചാരിക്കുമോ വലിയൊരു കമ്പനി, ഓക്കെ ഫോർ എക്സാമ്പിൾ റിലയൻസ് നല്ല ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ കമ്പനികളെ കുറിച്ച് കേട്ടുന്നു, അതെല്ലാം നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആവണമെന്നില്ല, നിർബന്ധമല്ല. കാരണം വെച്ചാൽ ഓരോ കമ്പനിയുടെയും വാല്യൂ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, അത് ഏതിലും, ഇപ്പോൾ റിയൽ എസ്റ്റേറ്റിലായിക്കോട്ടെ എന്തിലും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ എൻട്രി പോയിൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ചില കമ്പനികളുടെയൊക്കെ വാല്യൂ ഓൾറെഡി ഹൈ ആയിട്ട് കിടക്കായിരിക്കും, അവിടെ പോയി ഇൻവെസ്റ്റ് ചെയ്താൽ പൈസ പോകും. അപ്പോൾ അത് കണ്ടുപിടിക്കാനാണ് ഈ പറയുന്ന കുറച്ച് KPIs ഉള്ളത്. ഒന്ന് PE ഉണ്ട്, ROC ഉണ്ട്, നെറ്റ് പ്രോഫിറ്റ് ഉണ്ട്, നെറ്റ് പ്രോഫിറ്റ് മാർജിൻ ഉണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് എത്തുന്നത്. അത്ര വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ല. ഇപ്പോൾ പറയുന്നത് നമുക്ക് ഭയങ്കര ഭീകരമായിട്ട് തോന്നും. ഇത് നീന്തൽ പഠിക്കും പോലെയാണ്. പുറത്ത് നിന്ന് കളികൾ കണ്ടാൽ നമ്മൾ ഒരിക്കലും പഠിക്കില്ല. നമുക്കങ്ങനെ ടെൻഷനായിട്ടിരിക്കും, അല്ലോ വെള്ളത്തിലേക്ക് വീണാൽ
മരിച്ചു പോകുമെന്നൊക്കെ തോന്നും. പക്ഷെ അങ്ങനെയല്ല. ഇതിലേക്ക് ഇറങ്ങി പതുക്കെ ചെറിയ എമൗണ്ട് വെച്ച് ഇൻവെസ്റ്റ് ചെയ്ത് ഓരോ കൊല്ലം കഴിയും തോറും നമ്മൾ പഠിച്ചു വരും. അത് മാത്രമേ ഇതിനുള്ളൊരു ഇതുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത്ര ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഈസിയാണ്. ഇതൊക്കെയാണ് അതിൻ്റെ മാർഗ്ഗങ്ങൾ. നമ്മൾ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പൊതുവിലുള്ള സംശയം എന്ന് പറയുന്നത് ഹലാലാണോ ശരിയായ കംപ്ലൈൻ്റ് ആണോ എന്നുള്ളൊരു സംശയം കൊണ്ട് വരാറുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിനെ ശരിയായ കംപ്ലൈൻ്റ് ആണോ അല്ലേ എന്നുള്ളത് നിശ്ചയിക്കുന്നത്? അതിന് ഇഷ്ടംപോലെ ടൂൾസ് അവൈലബിൾ ആണ് കേട്ടോ. ഇപ്പം നിലവിൽ നമുക്കിതിൻ്റെ പുറകെയൊക്കെ അന്വേഷിച്ച് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇസ്ലാമിക് സിറ്റി പോലെയുള്ള ഇഷ്ടംപോലെ ടൂളുകൾ അവൈലബിൾ ആണ്, ഒതൻറ്റിക് ആയിട്ടുള്ളത്. ഇതിന് വേണ്ടിയിട്ട് മാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ ഇരുന്ന് ഇത് ചെയ്യുന്നുണ്ട്. നമ്മൾ പൊതുവെ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബിസിനസ് ഒന്ന് എടുത്ത് പഠിക്കും. ആ ബിസിനസ്സിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റോ ലിക്കറോ ടൊബാക്കോയോ ഗാംബ്ലിങ്ങോ അങ്ങനെയുള്ളത് വല്ലതും ഉണ്ടോ എന്ന് നോക്കും. അതില്ലെങ്കിൽ ഓക്കെ ഫൈൻ, അത് ആദ്യത്തെ ക്രൈറ്റീരിയ നമ്മൾ മീറ്റ് ചെയ്തു. രണ്ടാമത്തെ പറയുന്നത് അവർക്ക് ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്ന് പറഞ്ഞൊരു ഹെഡ് കാണാൻ പറ്റും. ഇതൊക്കെ അവൈലബിൾ ആണ് നെറ്റിലെല്ലാം. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള എല്ലാ റെക്കോർഡുകളും അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ നോക്കിക്കഴിയുമ്പോൾ ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്കപ്പോഴും അത് ഇൻട്രസ്റ്റ് ആയിരിക്കും. ആ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മളത് മാറ്റി വയ്ക്കും. പിന്നെ മൂന്നാമത്തെ ഒരു ഇത് വരുന്നത് എന്ന് വെച്ചാൽ അത് കുറച്ചും കൂടി ആളുകൾ പറയുന്നത് വെച്ചാൽ 33% കടത്തിന് മേലെ പോകാൻ പാടില്ല എന്ന് പറയും. അപ്പോൾ അത് ഒരു കുറച്ച് പേരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടത്. അപ്പോൾ അതും കൂടി നോക്കിയിട്ട് അതും ഇല്ലെങ്കിൽ ഒരു ഹലാൽ എന്നുള്ള രീതിയിൽ. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഇതിനൊന്നും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനൊന്നും നടക്കണ്ട. ടൂൾസ് അവൈലബിൾ ആണ്, അവർ ഇത് ചെയ്യാൻ പറ്റും. വെറുതെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ പോലും ഈ പറയുന്ന എല്ലാ ഡീറ്റെയിൽസും വരും. പക്ക ശരിയതാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ പറഞ്ഞോണം ഡെറിവേറ്റീവ്സ് അല്ലെങ്കിൽ ഓപ്ഷൻസ് ട്രേഡിങ് ഒക്കെ ശരിയിൽ പെടുന്നില്ല. പിന്നെ വരുന്നൊരു സാധനമാണ് ഷോർട്ട് സെല്ലിംഗ് എന്ന് പറയും. ഷോർട്ട് സെല്ലിംഗ് എന്താണെന്ന് വെച്ചാൽ ഇതിൽ കുറേ ഉണ്ട് കേട്ടോ, കുറേ രസകരമായ സംഭവങ്ങളുണ്ട്. ഷോർട്ട് സെല്ലിംഗ് എന്ന് വെച്ചാൽ ഇന്ന് മാർക്കറ്റ് ക്രാഷ് ആവും നമുക്കറിയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എവിടെയെങ്കിലും യുദ്ധം നടന്നു അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു പ്രശ്നം നടന്നു, ക്രാഷ് ആവും നമുക്കറിയാം. അപ്പോൾ ആളുകൾ എന്ത് ചെയ്യും? നമ്മുടെ കയ്യിൽ സ്റ്റോക്കില്ല, രാവിലെ തന്നെ അങ്ങോട്ട് വിൽക്കും. ഇല്ലാത്തൊരു സ്റ്റോക്ക് വിൽക്കാം നമുക്ക്. അതിനാണ് ഷോർട്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. രാവിലെ തന്നെ നമ്മളൊരു 100 രൂപ കിടക്കുന്നൊരു സ്റ്റോക്ക് 100 അങ്ങോട്ട് വിറ്റു. വൈകുന്നേരം ആകുമ്പോൾ അതൊരു 95 90 വരും നമുക്കറിയാം. അപ്പോൾ വാങ്ങിച്ചു കൊടുത്താൽ മതി. അപ്പോൾ 10 രൂപയുടെ ഡിഫറൻസ് ഓരോ സ്റ്റോക്കിനും നമുക്ക് ലാഭം കിട്ടും. പക്ഷെ അത് ഇസ്ലാമിക് പോയിന്റ് ഓഫ് വ്യൂ ശരിയല്ല. കാരണം നമ്മളൊരു ടൈറ്റിൽ ഓൺ ചെയ്യുന്നില്ല, നമ്മുടെ ഇല്ലാത്തൊരു സാധനം വിൽക്കുന്നത്. അപ്പോൾ അതും ഞാൻ എൻ്റെ ഇതല്ല കേട്ടോ പറയുന്നത്, ഞാൻ പഠിച്ചതും ഞാൻ മനസ്സിലാക്കിയതുമായ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അത് ഇതിൽ പെടുന്നില്ല. അത് ഈ സൗദി അറേബ്യയിലും ഈ ഷോർട്ട് സെല്ലിംഗ് ഇല്ല എന്ന് എൻ്റെ അറിവ്. സൗദി അറേബ്യയിൽ ഇല്ല എന്നാണ് എൻ്റെ അറിവ്. നാട്ടിൽ പക്ഷേ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. അതൊക്കെ പൈസ ഉണ്ടാക്കാനുള്ള ഒരുപാട് വഴികളിൽ വേറൊന്നാണത്. അതൊരു ഊഹത്തിൻ്റെ പുറത്ത് അതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഡെറിവേറ്റീവ്സും ഈ പറയുന്ന ഓപ്ഷനും നമ്മൾ അങ്ങനെ പറഞ്ഞത്. അതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ അവരിപ്പോൾ ഫോർ എക്സാമ്പിൾ നിഫ്റ്റി ഒരു റേറ്റിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 25,000 നിൽക്കുന്നതെന്ന് വിചാരിക്കുക. അത് ഇന്ന ഇതിൽ വരുന്നാൽ ഞാൻ ഇത്രയും തരാമെന്ന് പറഞ്ഞിട്ടൊരു എഗ്രിമെൻ്റ് വയ്ക്കുകയാണ്. അതൊരു സ്പെക്കുലേഷൻ ഇതാണ്. അതുകൊണ്ട് അതും നമ്മൾ ശരിയപ്പെടുന്നില്ല എന്നുള്ളതാണ് പണ്ഡിതന്മാർ പറയുന്നത്. നമ്മളും അതുകൊണ്ട് അതിലൊന്നും ഇറങ്ങാറില്ല എന്ന് മാത്രം. പൊതുവിലുള്ള സംശയം, നമുക്കിത് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമോ അതല്ല നമ്മളിത് ആരെങ്കിലും ഏൽപ്പിക്കണോ എന്നുള്ളതും കൂടെ ഉണ്ട്. അപ്പം ശരിയൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്താലും ഇത് കൈകാര്യം ചെയ്യാൻ നമ്മൾ പ്രാപ്തരാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ഇത് മാനേജ് ചെയ്യുന്ന ആൾക്കാർ മ്യൂച്വൽ ഫണ്ട് അല്ലാതെ നമ്മളെ പേഴ്സണൽ പോർട്ട്ഫോളിയോ മാനേജ് ചെയ്യാൻ ആൾക്കാരുണ്ടോ? അതിനുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ്. അതിനെയാണ് PMS സർവീസ് എന്നൊക്കെ പറയുന്നത്. നമ്മുടെ പോർട്ട്ഫോളിയോ നമുക്ക് വേണ്ടി മാനേജ് ചെയ്യുന്ന ടീമുകളുണ്ട്. അതിന് ഏറ്റവും മിനിമം 50 ലക്ഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ PMS സർവീസ് അവർ ഇത് ചെയ്യുള്ളൂ. മാത്രമല്ല കിട്ടുന്ന ഇതിൻ്റെ ഓരോരുത്തർക്കും വ്യത്യാസം ഉണ്ടെങ്കിലും മിനിമം ഒരു ആവറേജ് ഒരു 20% ആണ് അവരുടെ ചാർജ് പ്രോഫിറ്റിൻ്റെ. നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ 20% അവരെടുക്കും. അതെ. അതും നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ കുറേ പേര് PMS ചെയ്യുമ്പോൾ ഈ സ്റ്റോക്ക് മാർക്കറ്റ് ആയിക്കോട്ടെ, എന്ത് ഫിനാൻസ്, എന്താ ഞാൻ പറഞ്ഞത്, ഫിനാൻസ് കുറച്ചുകൂടി പഠിച്ച് മനസ്സിലാക്കി ചെയ്യണം. കാരണം വെച്ചാൽ നമ്മൾ കേൾക്കുമ്പോൾ എന്നോട് പലവരും ചോദിക്കാറുണ്ട് PMSൽ 20% ഞാൻ കൊടുക്കുന്നത്, അത് ലാഭം അല്ലേ എന്ന് ചോദിക്കും. പക്ഷേ ലാഭമാണ്, സംശയമൊന്നുമില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട 1-2 കണക്കുണ്ട്. ഈ 20% എന്ന് പറഞ്ഞാൽ ഗ്രോസ് പ്രോഫിറ്റിൻ്റെ 20% ഒട്ടുമിക്കവരും എടുക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ 1 ലക്ഷം രൂപ ലാഭം കിട്ടി, അതിൻ്റെ 20% 20,000 അവർക്ക് കൊടുത്തു. അത് കഴിഞ്ഞ് പക്ഷേ നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടി വരുമ്പോൾ ഇതിന് ഷോർട്ട് അല്ലെങ്കിൽ ലോങ് ടൈം ആയിക്കോട്ടെ, ഷോർട്ട് ടൈം ആയിക്കോട്ടെ. ഫോർ എക്സാമ്പിൾ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ്റെ 1 ലക്ഷത്തിൻ്റെ ടാക്സ് നമ്മൾ അടയ്ക്കണം. അപ്പോൾ അതിൽ 20,000 വേറെ പോയി. ഇത് നാട്ടിലാണെങ്കിൽ ഇവിടെ അങ്ങനെയുള്ള PMS സർവീസുകളൊന്നും ഇല്ല. അപ്പോൾ അതിനങ്ങനെയുള്ള കാൽക്കുലേഷനൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ലാഭം കിട്ടുന്നും കൂടി നോക്കിയിട്ട് വേണം ഈ വക സർവീസിലേക്ക് ഇറങ്ങാൻ. പിന്നെയെന്ന് പറയുന്നത് ആരെങ്കിലും ഏൽപ്പിച്ചാൽ അത് ഏൽപ്പിച്ച് അവർ കൊണ്ടുപോകും നല്ല രീതിയിൽ.
നമ്മൾ പഠിക്കലുണ്ടാവില്ല. ആ. നമ്മൾ ഓരോ വർഷം ഇത് സ്റ്റോക്ക് മാർക്കറ്റിലായിക്കോട്ടെ ഇതിൽ ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചാണ് വരുന്നത്. നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് വരുന്നത്. ആദ്യത്തെ ഒരു വർഷം എങ്ങനെ വന്നാലും നഷ്ടത്തിലായിരിക്കും ഒട്ടുമിക്കവരും ഷെയർ മാർക്കറ്റിൽ ഉണ്ടാവുക. അതൊരു ഒരു പഠിക്കണതിൻ്റെ ഭാഗമാണ്. എല്ലാവരും നഷ്ടത്തിലാണ് തുടങ്ങുക. പിന്നെ ഓരോ വർഷവും എന്തുകൊണ്ട് നഷ്ടം വരുത്തിയെന്ന് മനസ്സിലാക്കി പയ്യെ മാറി നമ്മൾ നമ്മുടെ സ്ട്രാറ്റജീസ് ചേഞ്ച് ചെയ്ത് വരുമ്പോൾ ഇതാവും. പിന്നെ എന്താ വെച്ചാൽ എല്ലാവരും ചോദിക്കുന്ന ഇപ്പോൾ എങ്ങനെ ചെയ്യും, മറ്റുള്ളവരെ ഏൽപ്പിക്കാമോ എന്ന് ചോദിച്ചാൽ ഏൽപ്പിക്കണതിൽ ഒരു സമയമില്ല. കുറച്ച് പൈസ അധികം ഉണ്ട്, എനിക്കൊരു 2 വർഷത്തേക്ക് അനക്കണ്ട അല്ലെങ്കിൽ ഒരു 3 വർഷത്തേക്ക് അനക്കണ്ട, വലിയൊരു എമൗണ്ട് ആണെങ്കിൽ PFS സർവീസ് 50 lakhs വെച്ച് ചെയ്യുന്ന ഇത് നല്ലത് തന്നെയാണ്. പക്ഷേ ഇതിനത് എല്ലാ കമ്മീഷനുകൾ അതൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നെറ്റ് എത്ര കിട്ടുന്ന അവരോട് ചോദിക്കണം. നമ്മൾ ഈ ആര് നമ്മുടെ അടുത്തേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്ന് പറഞ്ഞു വന്നാലും ചോദിക്കേണ്ട ഒരു ചോദ്യം, നെറ്റ് നിങ്ങളുടെ പൈസ ഇതൊക്കെ പോട്ടെ എത്ര പെർസെൻറ്റേജ് എനിക്ക് നെറ്റായിട്ട് കിട്ടും. അത് ഫിക്സഡ് പെർസെൻറ്റേജ് അല്ല ഞാൻ പറയുന്നത്, കാരണം ഫിക്സഡ് ആകുമ്പോൾ ശരിയല്ലാണ്ടായി. ഇത് മൊത്തത്തിൽ ലാഭത്തിൻ്റെ എത്ര പെർസെൻറ്റേജ് കിട്ടും എന്നുള്ളത്. ഓക്കെ, മൊത്തം കിട്ടുന്ന ലാഭത്തിൻ്റെ എത്ര ശതമാനം നമുക്ക് നെറ്റായിട്ട് നമുക്ക് കിട്ടും എന്നുള്ളത് നമ്മൾ ചോദിക്കണം. തീർച്ചയായിട്ടും ചോദിക്കണം.